139 സങ്കീർത്തനത്തിൽ ദാവീദ് 2 മാർഗങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഒന്ന് വിക്കഡ് വേ, വ്യസനത്തിൻ്റെ മാർഗം. 2 എവർലാസ്റ്റിംഗ് വേ, ശാശ്വത മാർഗം. വിക്കഡ് വേ, വ്യസനത്തിൻ്റെ മാർഗത്തിന് ഗ്രീവസ് വേ, ദുഃഖത്തിൻ്റെ മാർഗമെന്നും ഒഫൻസീവ് വേ, തെറ്റിൻ്റെ മാർഗമെന്നും ഈവിൽ വേ, ദുഷിച്ച മാർഗമെന്നും വേ ഓഫ് ലൈസ്, കള്ളത്തരത്തിൻ്റെ മാർഗമെന്നും ഹേർട്ട്ഫുൾ വേ, ദ്രോഹകരമായ മാർഗമെന്നുമൊക്കെയുള്ള വിവിധ ഭാഷാന്തരങ്ങളുണ്ട്. ഓരോ മനുഷ്യ മനസ്സിനെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയും ഒടുവിൽ വിനാശത്തിൽ കൊണ്ടെത്തിക്കുന്നതുമായ ദോഷകരമായ മാർഗമാണ് വ്യസനത്തിൻ്റെ മാർഗമെന്നത്. പ്രാരംഭത്തിൽ യാതൊരു ദൂഷ്യങ്ങളും ഈ മാർഗത്തിൽ നാം കണ്ടെന്ന് വരികയില്ല. അല്പസ്വല്പം സുഖവും മനസ്സിന് തൃപ്തിയും ഈ മാർഗം മൂലം കിട്ടിയെന്നാലും ഒടുവിൽ ഈ മാർഗം ഒരുവനെ കൊണ്ടെത്തിക്കുന്നത് ദുരവസ്ഥയിലായിരിക്കും. ഓരോ ക്രിസ്തുവിശ്വാസിയും ഈ ദോഷകരമായ മാർഗത്തിൽ എത്തിച്ചേരാതിരിക്കുവാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ദാവീദ് പറഞ്ഞ 2ാമത്തെ മാർഗം ശ്രദ്ധിക്കുക. അതത്രേ എവർലാസ്റ്റിംഗ് വേ, ശാശ്വത മാർഗം. ഈ മാർഗത്തിന് ഇറ്റേണൽ വേ, നിത്യമായ മാർഗമെന്നും റിലയബിൾ പാത്ത്, വിശ്വസനീയമായ മാർഗമെന്നും പെർപ്പച്വൽ വേ, അനശ്വരമായ മാർഗമെന്നുമൊക്കെയുള്ള ഭാഷാന്തരങ്ങളുണ്ട്. നാം ആരും ഈ ഭൂമിയിലെ സ്ഥിര താമസക്കാരല്ല. ഇത് നമ്മുടെ വിശ്രാമ സ്ഥലവുമല്ല. പകരം നാം എല്ലാവരും ഒരു യാത്രയിലാണ്. സ്വർഗ സിയോനെ നോക്കിയുള്ള ഒരു യാത്ര. ഈ യാത്രയിൽ നമ്മെ കൂടുതൽ ആകർഷിപ്പിക്കുന്നതായ തിന്മയുടെ കുറുക്ക് വഴികൾ നമ്മുടെ മുമ്പിൽ കടന്നു വരാം. അതിൽ നാം ആകൃഷ്ടരാകാതെ ശാശ്വതമായ, നിത്യമായ, വിശ്വസനീയമായ, അനശ്വരമായ നന്മയുടെ മാർഗത്തിലൂടെ നടക്കുക. തിന്മയെന്തെന്നും നന്മയെന്തെന്നും, തിന്മയുടെ വഴികൾ ഏതൊക്കെയാണെന്നും നന്മയുടെ വഴികൾ ഏതൊക്കെയാണെന്നും ഇതിനോടകം നമുക്കറിയാമെങ്കിലും നാം കാണാത്തതും മനസ്സിലാക്കാത്തതും എന്നാൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ളതുമായ തിന്മയുടെ മാർഗങ്ങൾ നമ്മൾ ഇതിനോടകം കടന്നുകൂടിയിട്ടുണ്ടാകാം. അതിലൂടെ ചില പടികൾ നാം മുമ്പോട്ട് വെച്ചിട്ടുമുണ്ടാകാം. എന്നാൽ നാം ആരും വൈകിയിട്ടില്ല. ഇനിയും അതിലൂടെയുള്ള ഒരു തുടർ യാത്ര സംഭവിച്ചുകൂടാ. അനേകം ഭക്തന്മാർക്കും ശക്തന്മാർക്കും വന്നിട്ടുള്ള അധഃപതനം നമ്മുടെ ആരുടെയും ജീവിതത്തിൽ വന്നുകൂടാ. തകർന്നുപോയ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുമുള്ളതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തേണമേ. ആമേൻ. Have a blessed day.